ഓ, ഏത് സമയം നോക്കിയാലും നിനക്ക് തീറ്റ തന്നെ ഉള്ളോ? തീറ്റി മാടി. നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റത് ആന്റി. അപ്പം വല്ലം കുറച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു. ആന്റി എന്താ വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. ഒന്നും പറയണ്ട. കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തെ കൊള്ളാതെ അങ്ങ് പോയെന്ന് പറഞ്ഞാ മതി. ദൈവമേ, വലിയൊരു ആപത്തിന് നീ എന്നെ രക്ഷിച്ചു. ആപത്തോ? എന്താ ആന്റി പറയുന്നേ? എടി, ആ നിശ്ചയം മുടക്കിയതിന്റെ പിന്നില് ഞാനാണെന്ന രഹസ്യം ഇന്നത്തോടെ പൊളിയൊന്ന് ഞാൻ വിചാരിച്ചതാ. ഒരു നിമിഷം കൊണ്ട് അഖിലാണ്ടേശ്വരിയുടെ തോക്കിന്റെ ഉണ്ട എന്റെ നെഞ്ചത്ത് തുളച്ചു കയറുന്നതൊക്കെ ഞാൻ ഭാവനയിൽ കണ്ടു. ഏതോ പുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. ആന്റി എന്താ ഈ പറയുന്നേ? അരവിന്ദേട്ടന്റെ നന്ദനയുടെ നിശ്ചയം മുടക്കിയത് ആ കല്യാണിയല്ലേ? അതിന് ആന്റി എന്തിനാ പഠിക്കുന്നേ? അയ്യേ, എടി, ഒന്നും അറിയാത്ത അടുക്കളക്കാരിയെ ഞാൻ മനഃപൂർവ്വം അതിലേക്ക് വലിച്ചിട്ടതാ. എന്റെ പ്ലാൻ ആയിരുന്നു അത്, എന്റെ പ്ലാൻ. അരവിന്ദിന്റെയും നന്ദനയുടെയും കല്യാണം മുടങ്ങണം. അതേസമയം തന്നെ ആ കല്യാണി തൃച്ചംബരത്ത് നിന്നും പുറത്താകണം. മനസ്സിലായില്ലേ? ഒരേറിന് 2 മാങ്ങ. അതായിരുന്നു പ്ലാൻ. അതിനു വേണ്ടിയാ ആ അടുക്കളക്കാരിയും അരവിന്ദും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഞാൻ ചെയ്യിപ്പിച്ചെടുത്തത്. ഈ കാര്യം നിശ്ചയം മുടക്കാൻ എന്റെ കൂടെ നിന്ന് ആ പൊട്ടാൻ അരവിന്ദിന് പോലും അറിയില്ല. ഇന്നേ അരവിന്ദ് കുടിച്ചു ബോധം കെട്ട് പിച്ചും പേയും പറയുന്ന കൂട്ടത്തില് നന്ദനിയോട് ആ ഫോട്ടോ എങ്ങനെ വന്നെന്ന് അവൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അവൾ ആരാ? ആ മഹേശ്വരിയുടെ അല്ലേ മോള്? ഒരു ഡിറ്റക്റ്റീവിനെ പോലെ അങ്ങ് ഇറങ്ങിയിരിക്കാ പ്രതിയെ പിടിക്കാനായിട്ട്. ഫോട്ടോയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ആനന്ദിനോട് അവൾ വന്ന് പറഞ്ഞപ്പോഴേ തോക്ക് കയറ് കഴുത്തിൽ വീണതുപോലെയായി എന്റെ അവസ്ഥ. പിന്നെ എന്താ ആന്റി? നല്ല സമയമൊന്നല്ലാതെ പിന്നെ എന്ത് പറയാനാ? എടി, എല്ലാ കുഴപ്പങ്ങൾക്കും പിന്നിൽ അരവിന്ദായിരിക്കുന്ന ആനന്ദ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു. അതോടെ ചാപ്റ്റർ ക്ലോസ്. ഇല്ല വിലാസിനി, ചാപ്റ്റർ ക്ലോസ് അല്ല. ചാപ്റ്ററിന്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. വിലാസിനി ഇനി തൃച്ചംബരത്ത് നിന്ന് ഔട്ട്.